20 വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്കും റീ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഫീസ് കുത്തനെ കൂട്ടിയ നടപടി പിൻവലിക്കണമെന്ന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് അസോസിയേഷൻ ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരാണ് ഫീസ് കൂട്ടിയതെങ്കിലും ഇതുകൊണ്ടുള്ള നേട്ടം സംസ്ഥാന സർക്കാരിനും കൂടിയാണ്. ഓട്ടോറിക്ഷയ്ക്ക് തന്നെ 800 രൂപ ഉണ്ടായിരുന്നത് 5000 രൂപയും കാറുകൾക്ക് 800 രൂപയിൽ നിന്ന് 10000 രൂപയുമാക്കി ഒറ്റയടിക്കാണ് കൂട്ടിയത്. കഴിഞ്ഞ ബജറ്റിൽ വാഹനങ്ങൾക്ക് റോഡ് നികുതി സംസ്ഥാന സർക്കാർ ഇരട്ടിയാക്കിയിരുന്നു. ഒരു വർഷം തികയുന്നതിനു മുൻപ് വീണ്ടും ഇത്തരത്തിൽ ഫീസ് കൂട്ടിയതുകൊണ്ട് വാഹന ഉടമകളെയും ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്ന സാധാരണക്കാരായവരെയും പൊതുജനങ്ങളെയും ഇത് കാര്യമായി ബാധിക്കും. ചെറുകിട വാഹന കച്ചവട വ്യാപാരികളെയും ടാക്സി ഡ്രൈവർമാരെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ സംഘടന ശക്തമായ പ്രക്ഷോഭ പ്രതിഷേധ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നിയമപരമായ രീതിയിൽ പ്രതിരോധിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികളായ സിദ്ദീഖ് മാളിയേക്കൽ, മുജീബ് കൊണ്ടോട്ടി, മജീദ്, നിഷാദ് മഞ്ചേരി, മുഹമ്മദ് അലി കുറ്റിപ്പുറം, അനീഷ് മലപ്പുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. സാഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ. അവർ കോഴ്സസ് PGDCA, DCA, ഡാറ്റ എൻട്രി, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, ടാലി ആൻഡ് GST, AutoCAD, ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം. പെൺകുട്ടികൾക്കായി 1 വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ TTC, പ്രീ പ്രൈമറി TTC, ഫാഷൻ ഡിസൈനിംഗ് TTC കോഴ്സുകൾ. സാഫ് എഡ്യൂക്കേഷൻ വളാഞ്ചേരി.